ചതുരത്തിൻ്റെ നീളം വീതിയുടെ ഇരട്ടിയാണ്. നീളം 11 സെൻറ്റിമീറ്റർ കൂട്ടുകയും വീതി 5 സെൻറ്റിമീറ്റർ കുറയ്ക്കുകയും ചെയ്താൽ വിസ്തീർണം 75 സെൻറ്റിമീറ്റർ സ്ക്വയർ കൂടും. ചതുരത്തിൻ്റെ നീളം കാണുക. ചതുരം, റെക്റ്റാങ്കിൾ, നീളം, ലെങ്ത്ത്, വീതി, ബ്രെഡ്ത്ത്, വിസ്തീർണം, ഏരിയ. അപ്പോൾ ചതുരത്തിൻ്റെ നീളം വീതിയുടെ ഇരട്ടി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ വീതി നമുക്ക് എക്സ് എന്നെടുക്കാം, വീതിക്ക് ബ്രെഡ്ത്ത്. അപ്പോൾ ബി നമുക്ക് എക്സ് എടുക്കാം, ചതുരത്തിൻ്റെ വീതി എക്സ്. അപ്പോൾ നീളം എന്തായിരിക്കും? നീളം വീതിയുടെ ഇരട്ടിയാണ്. അപ്പോൾ നീളം 2x എന്നെടുക്കാം. അപ്പോൾ അത് നമുക്ക് വിസ്തീർണം കാണാം. ചതുരത്തിൻ്റെ വിസ്തീർണം എന്താ സൂത്രവാക്യം? നീളം ഇൻറ്റു വീതി, അതായത് എക്സ് ഇൻറ്റു 2x സമം ഗുണിച്ച 2x സ്ക്വയർ. ഇതാണ് എന്ത്? ചതുരത്തിൻ്റെ ഏരിയ. ചതുരത്തിൻ്റെ വിസ്തീർണം കിട്ടി 2x സ്ക്വയർ. ഇത് ആദ്യ ചതുരത്തിൻ്റെ വിസ്തീർണം, അതായത് അളവുകളൊന്നും മാറ്റം വരുത്താത്ത ചതുരത്തിൻ്റെ വിസ്തീർണം കിട്ടി 2x സ്ക്വയർ. ഇനി അളവുകൾ മാറ്റിയിട്ടുള്ള വിസ്തീർണം കാണാം. എന്താ അളവുകൾ മാറ്റണ? നീളം 11 കൂട്ടി, നീളം 2x ആണല്ലോ, 11 കൂട്ടി എന്ത് വരും? 2x + 11. ഇതാണ് പുതിയ നീളം. പിന്നെ വീതി 5 കുറച്ചു, വീതി ഇപ്പം എക്സ് ആണ്, 5 കുറയ്ക്കും എന്ത് വരും? x - 5. ഇതാണ് പുതിയ നീളം, ഇതാണ് പുതിയ വീതി. അപ്പോൾ പുതിയ വിസ്തീർണം കാണാൻ 2 കൂടി ഗുണിക്കുക, 2x + 11 × x - 5. അത് സംഭവിക്കുമ്പോൾ പുതിയ വിസ്തീർണം കിട്ടും. ഈ പുതിയ വിസ്തീർണത്തെക്കുറിച്ച് എന്ത് പറഞ്ഞിട്ടുണ്ട്? വിസ്തീർണം 75 സെൻറ്റിമീറ്റർ സ്ക്വയർ കൂടും. ആദ്യത്തെ വിസ്തീർണത്തിനേക്കാൾ 75 സെൻറ്റിമീറ്റർ സ്ക്വയർ കൂടും. ആദ്യത്തെ വിസ്തീർണം 2x സ്ക്വയർ ആണ്. 2x സ്ക്വയർ കൂട്ടണം 75. ഇതെങ്ങനെ ഗുണിക്കുക? 2x കൊണ്ട് 2നെ ഗുണിക്കണം, പിന്നീട് 11 കൊണ്ട് 2നെ ഗുണിക്കണം. 2x × x 2x സ്ക്വയർ, 2x × -5 -10x, 11 × x + 11x, 11 × -5 -55 സമം വലതുവശത്ത് 2x സ്ക്വയർ + 75. ഇവിടെ 2x സ്ക്വയർ ഉണ്ട്. ഈ 2x സ്ക്വയർ വരുമ്പോൾ 2x സ്ക്വയർ കുറക്കണം, 2x സ്ക്വയർ 0 ആയി മാറും. അപ്പോൾ അത് പോട്ടെ. ബാക്കി -10x + 11x, 1x വരും. വലുതെന്ന് ചെറുത് കുറച്ച് വലുതിനെ ചെല്ലുമ്പോൾ 1x, എക്സ് പിന്നെ -55 നമുക്ക് അങ്ങോട്ട് എടുക്കാം. അപ്പോൾ x സമം ഇവിടെ എന്തുണ്ട്? 75. ഈ -55 എടുക്കുമ്പോൾ +55, 75ഉം 5ഉം 80ഉം 50ഉം 130 എന്ന് കിട്ടി x. അതെന്താ? നമ്മൾ x ആയിട്ട് എടുത്തുന്ന വീതിയാണ്. നമ്മുടെ ചോദ്യം എന്താ? നീളം. നീളം കാണാൻ എന്ത് ചെയ്യണം? 2x, അതായത് എക്സിൻ്റെ ഇരട്ടി എടുക്കണം. അപ്പോൾ നമുക്ക് നീളം സമം ഇതിൻ്റെ ഇരട്ടി 130ൻ്റെ ഇരട്ടി 260 സെൻറ്റിമീറ്റർ എന്ന് വരും. നമുക്കിതിനെ വേണമെങ്കിൽ മീറ്റർ ആയിട്ട് എഴുതുമ്പോൾ 100 കൊണ്ട് ഹരിക്കുമ്പോൾ 2 സ്ഥാനം ഇടത്തോട്ട് നീക്കുക. അപ്പോൾ 2.6 മീറ്റർ ആണ് ചതുരത്തിൻ്റെ നീളം.